ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾക്ക് കുറച്ച് ഏജ് ആയി തുടങ്ങുമ്പോൾ ചെറിയ ചെറിയ നരകളൊക്കെ അവിടെ ഇവിടെയൊക്കെ കണ്ടു തുടങ്ങും. നമ്മൾ ആദ്യം ഒരു നര കാണും, നമ്മൾ വിചാരിക്കും ഓക്കെ എന്ന് പറഞ്ഞ് പറിച്ച് കളയും. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അപ്പുറത്ത് വേറെ 2-3 നരകൾ കാണും, അതും നമ്മൾ പറിച്ച് കളയും. പിന്നെ നമ്മളുടെ കൂട്ടുകാരാരെങ്കിലും നര ശ്രദ്ധിക്കും, നരച്ചിട്ടുണ്ടോ, മുടി നരയ്ക്കാൻ തുടങ്ങിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾക്ക് ഭയങ്കര സങ്കടമാകും. നമ്മൾക്ക് ഫേസൊക്കെ ഡള്ളാകുന്നതിനേക്കാളും സങ്കടമാണ് മുടി നരയ്ക്കുന്നത്, അല്ലേ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്നോർത്ത് നമ്മൾ വിഷമിക്കും. നമ്മൾ കുറേശ്ശെ ഡൈ അടിച്ച് തുടങ്ങും. ഡൈ അടിക്കാൻ നമ്മൾ ആരും കാണാതെ ആദ്യം അടിച്ചു തുടങ്ങും, അല്ലേ? ആരോടെങ്കിലും നമ്മൾ ഡൈ അടിക്കുന്നുണ്ടെന്ന് പറയാൻ നമുക്കൊരു കുറച്ചിലാണ്. കാരണം നമ്മൾ ഡൈ അടിക്കുന്നവരെ കളിയാക്കിയിട്ടുണ്ടായിരിക്കും, അല്ലേ? എന്ന് പറഞ്ഞ പോലെ. അല്ലെങ്കിൽ നമ്മൾ നീലാമരി ഇടും, അത് നമ്മളുടെ ഫേസിന് പിഗ്മെൻറ്റേഷൻ ഉണ്ടാക്കി കൊടുക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്തോളൂ. നീലാമരി എന്ന് പറഞ്ഞ അതൊരു ചെടിയാണെങ്കിൽ പോലും, അതാ ഞാൻ പറഞ്ഞത്, എല്ലാ ഹെർബ്സും എല്ലാ ചെടികളിലെയും ഒന്നും എല്ലാവർക്കും ചേരണമെന്നില്ല, പല മുഖത്തിലൊക്കെ തേക്കുകയാണെങ്കിൽ പോലും. അപ്പോൾ നീലാമരി നമ്മളുടെ തലയിൽ മുടി കറുക്കാൻ തേക്കുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ നേരിട്ട് എൻ്റെ ലൈഫിൽ കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക്. മുടിയിൽ അത് തേച്ച് കഴിഞ്ഞാൽ മുടിയുടെ സ്കാൾപ്പ് ആ നീലയമരിയുടെ കറ നന്നായിട്ട് അബ്സോർവ് ചെയ്ത് എടുത്തെടുത്ത് കുറേശ്ശെ നമ്മളുടെ ഫേസിലോട്ട് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും. നമുക്ക് പിഗ്മെൻറ്റേഷൻ വരാനുള്ള സാധ്യതയുണ്ടാകും. അതുകൊണ്ട് നീലയമരി മാക്സിമം ഒഴിവാക്കുക. നിങ്ങൾ ഹെന്ന കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ലതാണ്. ഞാനിപ്പോൾ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ സ്റ്റോറിലുള്ള ബ്ലാക്ക് ഹെന്ന എങ്ങനെയാണ് നമ്മളുടെ തലയിൽ തേക്കുന്നത്, എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്നാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. എന്നുവെച്ചാൽ എന്തൊക്കെ ആണ് അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് എന്നാണ് കാണിക്കാൻ പോകുന്നത്. അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കൊന്ന് പരിചയപ്പെട്ടിട്ട് വരാം. ചാർക്കോൾ പൗഡറാണ് നമ്മുടെ മുടിക്ക് ഡീപ്പായിട്ടും ഒരുപോലെ എല്ലായിടത്തും കളർ കിട്ടാനും ഇത് സഹായിക്കുന്നതാണ്. തൂതുപോലെയാണ് സിൽക്കി ഹെയർ തരാനും നല്ല ഹെൽത്തി സ്കാൽപ്പിനും ഇത് നമ്മളുടെ മുടിയെ സഹായിക്കും. കരിനൊച്ചിയാണ് പ്രിമച്ചർ ഗ്രേയിങ്ങിനെയും സ്കാൽപ്പിന്റെ ഹെൽത്തിനെയും നല്ല ഡീപ്പ് കളറിങ്ങിനും സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് കർപ്പൂരവള്ളിയാണ് ഇത്. കാലങ്ങളായിട്ട് ട്രഡീഷണൽ ആയിട്ട് ഹെയർ കളറിങ്ങിന് യൂസ് ചെയ്യുന്നതാണ്. സൈനസ് വരാതെ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് കർപ്പൂരവള്ളി. അതുപോലെ ഒന്നാണ് നമ്മളുടെ ഹെന്ന, ഹെയറിന് നല്ല കളർ തരാനും കണ്ടീഷനിങ്ങുമാണ്. അതുപോലെ തന്നെയാണ് ബനാനയുടെ സ്റ്റെമ്മാണിത്, വാഴത്തണ്ട്, അതും നല്ല കളർ തരാൻ സഹായിക്കുന്നതാണ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് തുളസിയാണ്. അഞ്ജനക്കല്ലാണ് മുടിക്ക് ഏറ്റവും കളർ തരുന്ന ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അഞ്ജനക്കല്ല്. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് നമ്മളുടെ ബ്ലാക്ക് ഹെന്നയിലുള്ളത്. ഇതിനകത്ത് ഒരിക്കലും നമ്മളുടെ നീലാമരി ഇല്ല കേട്ടോ. ഞാനത് ഒന്നിലും ചേർത്തിട്ടില്ല. അതായത് മഞ്ഞൾ തന്നെ പല വിധത്തിലുണ്ട് കേട്ടോ, അത് മനസ്സിലാക്കണം. മഞ്ഞൾപ്പൊടി എന്ന് പറയുമ്പോൾ ഒറ്റ മഞ്ഞൾപ്പൊടി മാത്രമല്ല, മഞ്ഞളിൻ്റെ തന്നെ പല വിധങ്ങളുണ്ട്. അപ്പോൾ നമ്മളുടെ അടുത്ത് ആ യെല്ലോയിഷ് കളറുള്ള ശരിക്കുള്ള മഞ്ഞൾപ്പൊടി നമ്മൾ ഒന്നിലും ചേർക്കാറില്ല. ഇവിടെയൊക്കെ തമിഴ്നാട്ടിൽ ഇവിടെയുള്ള ആളുകൾ കുളിക്കുമ്പോൾ പൂസുമഞ്ഞൾ എന്ന് പറഞ്ഞൊന്ന് തേക്കും. അതും നമ്മളുടെ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കാറില്ല. കാരണം അതിവിടെ തേക്കുന്നത് സൺ ടാൻ അടിക്കാതിരിക്കാനും പിന്നെ കുറച്ച് വൈറ്റ് കോംപ്ലക്ഷൻ തോന്നാനും സ്കിന്നിന് തോന്നാനും ഒക്കെയാണ് അവരത് ഓപ്റ്റ് ചെയ്യുന്നത്. അത് പിന്നെ അവർക്ക് മാംഗല്യത്തിൻ്റെ സുമംഗലിയാണെന്നുള്ളതിൻ്റെ ഒരു ആചാരം കൂടിയാണ് മഞ്ഞൾ തേച്ച് കുളിക്കുക എന്നുള്ളത്. കാലിലും കയ്യിലും മുഖത്തുമൊക്കെ താലിയിലുമൊക്കെ അവർ മഞ്ഞൾ തേച്ച് തന്നെയാണ് കുളിക്കാറുള്ളത്. അത് അവരുടെ ഒരു ട്രഡീഷനാണ്. വളരെ നല്ലതാണ്, പക്ഷെ നല്ല സുഗന്ധമുള്ള മഞ്ഞളാണ് കേട്ടോ. അവരെ അങ്ങനെ കുളിച്ചിട്ട് നമ്മളുടെ അടുത്തൂടെ പാസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ്. ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ ചില എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ അമ്മമാരൊക്കെ അതൊക്കെ തേച്ച് കുളിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് തന്നെ തേക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും നമ്മളുടെ സ്കിൻ കെയർ പ്രോഡക്റ്റിനകത്തോട്ട് എടുത്തിട്ടില്ല. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സൈഡ് ഇഫക്റ്റും ഇല്ലാതെ നമ്മൾക്ക് ബ്ലാക്ക് ഹെന്ന ഉപയോഗിക്കാം. ഞാനത് ഉപയോഗിക്കുന്നത് 15 days once ആണ്. 15 days once അത് നരയുണ്ടെങ്കിലും ഇല്ലെങ്കിലും തലയിൽ തേക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നരച്ച മുടി വെളിയിലോട്ട് വരില്ല. കാരണം ഏകദേശം ഇത്ര നീളം നരച്ച മുടി നമ്മളുടെ സ്കാൽപ്പിൽ നിന്ന് പുറത്ത് വരുമ്പോഴാണ് നമ്മൾക്ക് നരച്ച മുടിയായിട്ട് തോന്നുന്നത്. അപ്പോൾ അത് കാണാതിരിക്കാനായിട്ടാണ് നമ്മളിന്ന് ഈ ബ്ലാക്ക് ഹെന്ന നമ്മൾ തലയിൽ തേക്കുന്നത്. ഇതാണ് നമ്മുടെ ബ്ലാക്ക് ഹെന്ന. ഞാൻ വെറും വെള്ളം ഒഴിച്ചാണ് കുഴയ്ക്കാൻ പോകുന്നത്. വെള്ളമാണ് ഒഴിക്കുന്നത്. ആവശ്യമുള്ളത്ര വെള്ളം ഒഴിക്കുക, മിക്സ് ചെയ്യാം. ബ്രഷ് ഇട്ടിങ്ങനെ മിക്സ് ചെയ്യുക. ഇത് കാണാമോ? എൻ്റെ തലയിൽ
ഗ്രേ ഹെയർ ഉണ്ട്, പക്ഷേ ഞാനിങ്ങനെ ബ്ലാക്ക് ഹെന്ന ഇട്ടിട്ടിട്ട് ഒരു ബ്രൗണിഷ് ടിൻ്റാണ് ഇത്. ഞാൻ എല്ലാ ആഴ്ചയിലും ഇടുന്നതുകൊണ്ടാണ് വെള്ളയാവാതെ ഇങ്ങനെ ബ്രൗൺ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിന്ന് ബ്ലാക്ക് ഹെന്ന ഇട്ട് കാണിക്കാം. എൻ്റെ തലയിൽ വൈറ്റ് ഹെയർ ഉണ്ട്, പക്ഷേ ഒരുപാടൊന്നുമില്ല, ബട്ട് എനിക്കുണ്ട്. ഞാനിങ്ങനെ ബ്ലാക്ക് ഹെന്ന ഇട്ടിട്ടാണ് അതിനെ കവർ ചെയ്യുന്നത്. സോ ഞാൻ ഇങ്ങനെ കുറച്ച് ബ്രഷിലെടുത്തിട്ട് നല്ലതായിട്ട് ആദ്യം മുടി ചീകി കേട്ടോ, അത് ഞാൻ പറയാൻ മറന്നുപോയി. നന്നായിട്ട് ഒരു ചെട പോലും ഇല്ലാതെ മുടി ചീകണം. ചീകിയിട്ട് വെറും വെള്ളത്തിൽ കുഴച്ച ബ്ലാക്ക് ഹെന്ന ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ തേക്കുക. എന്നിട്ട് അതിനെ ഇങ്ങനെ ഒന്ന് കുത്തി കൊടുത്താൽ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു മുടി ഒളിച്ചിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ അങ്ങ് കളറായിക്കോളും. എന്നിട്ടൊന്നിങ്ങനെ തേച്ച് കൊടുത്താൽ മതി. നമുക്ക് താരനൊക്കെ പോകാൻ ഒരുപാട് നല്ലതാണ് കേട്ടോ ഇത്. അതുപോലെ നെറ്റിയുടെ സൈഡിൽ വൈറ്റ് ഹെയർ ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ബ്രഷും കൊണ്ടെടുത്ത് ഇങ്ങനെ ഒന്ന് ചീകി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വൈറ്റ് ഹെയറൊക്കെ അങ്ങ് മാറിക്കൊള്ളും. എനിക്ക് നെറ്റിയുടെ സൈഡിൽ വൈറ്റ് ഹെയർ ഇല്ല, ബട്ട് വൈറ്റ് ഹെയർ എനിക്കുണ്ട് കേട്ടോ. സോ ഇങ്ങനെയാണ് തേക്കുക. ഇനി അടുത്ത പാർട്ടിനെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചീപ്പ് എടുക്കുക. ഇതുപോലത്തെ ബ്രഷാണെങ്കിൽ മുടി പൊട്ടാതെ മുടി പോകാതിരിക്കും. ഇങ്ങനെ ചീകിയിട്ട് ഇങ്ങനെ പകർന്നു കൊടുക്കുക. നിങ്ങൾക്ക് കാണാം കളർ മാറിയ ഹെയർസൊക്കെ ഉള്ളത്. ഞാനിപ്പോൾ രണ്ടാഴ്ച കൂടിയാണ് ചെയ്തത്. കണ്ടോ, ഇവിടെയൊക്കെ എനിക്ക് ഉണ്ട്. സോ ഇങ്ങനെ തേച്ച് കൊടുക്കുക. അപ്പം ഇപ്പുറത്തും കൂടെ ഒന്ന് തേക്കാൻ മറക്കല്ലേ. ഇതൊരു ട്രെൻഡി കളറാണ് കേട്ടോ. നമ്മളുടെ ബ്ലാക്ക് ഹെന്ന അത്രയ്ക്ക് ബ്ലാക്ക്, ക്യാമറ ഷേക്കാണ്, അത്രയ്ക്ക് അങ്ങ് ബ്ലാക്കുമല്ല. കണ്ടോ. ഇനി അടുത്ത ഇങ്ങനെ ചീകിയിട്ട് അതിൻ്റെ തൊട്ട് താഴെ ഇങ്ങനെ ചീകിയിട്ട് ഇങ്ങനെ പകർന്നു കൊടുക്കുക. നരയുള്ളിടത്ത് മാത്രമൊന്നുമല്ല, നിങ്ങൾക്ക് തല മൊത്തം ഇത് തേക്കാം. അപ്പോൾ നരച്ച മുടി ഉണ്ടെന്നുള്ള തോന്നലും വരില്ല. ഇവിടെയൊക്കെ ഞാൻ ബ്ലാക്ക് ഹെന്ന ഇട്ടിരുന്നതാണ്. ഞാൻ ബ്ലാക്ക് ഹെന്നയുടെ കൂട്ടത്തിൽ കുറച്ച് ഹെന്ന പൗഡറും കൂടെ മിക്സ് ചെയ്താണ് തേക്കാറുള്ളത്. ഇന്നിപ്പോൾ ഞാൻ ബ്ലാക്ക് ഹെന്ന മാത്രമാണ് തേക്കുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി. കാരണം എനിക്ക് അങ്ങനെ ഫുള്ള് നരച്ചിട്ടൊന്നുമില്ല, ബട്ട് ഉണ്ട് കേട്ടോ, നരച്ച മുടി ഉണ്ട്. ഇവിടെ നെറ്റിയുടെ അവിടെയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ബ്രഷ് കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് കോതി കൊടുത്താൽ മതി. ഇത് ഫുള്ള് ഹെർബ്സ് ആയതുകൊണ്ട് നമുക്ക് ഒന്ന് സ്കിന്നിൽ പെട്ടാലും പേടിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ ബാക്കിലോട്ട് നന്നായിട്ട് ചെയ്യുക. അപ്പോൾ നമുക്കതിനെ ഇങ്ങനെ വകർന്നെടുക്കാൻ പറ്റും. ആരോ ചോദിച്ചിരുന്നു ഞാനെന്തോ വിഗ് വെച്ചിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം എൻ്റെ സ്കാൾപ്പ്. ദൈവം സഹായിച്ചൊരു വിഗും ഇല്ല കേട്ടോ. നിങ്ങളും ഹെയർ ഇതുപോലെ കെയർ ചെയ്താൽ, എൻ്റെ സാമർഥ്യമൊന്നുമല്ല, എന്നെ ഹെയർ കെയർ ചെയ്യാൻ എൻ്റെ അച്ഛനും അമ്മയും പഠിപ്പിച്ചുകൊണ്ടാണ്. ഞാൻ എപ്പോഴും എൻ്റെ അച്ഛനോട് താങ്ക്ഫുള്ളാണ് ആ കാര്യത്തിൽ. എനിക്ക് എണ്ണ ആട്ടുകല്ലിൽ വെച്ച് ഇടിച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കി തരാറുണ്ടായിരുന്നത്, പാവം. ഓക്കെ, ഇങ്ങനെ തേച്ച് കൊടുക്കുക. അതുപോലെ ഇവിടെയൊക്കെ നരച്ച മുടി വരത്തില്ലേ, ഇങ്ങനെ ജസ്റ്റ് ആ ബ്രഷും കൊണ്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഹെന്ന കൊണ്ട് ഒരു പ്രശ്നവും നമ്മുടെ സ്കിന്നിന് വരില്ല. നല്ല സോഫ്റ്റ് ആയിരിക്കുകയും ചെയ്യും ഹെയർ. ഒട്ടും തന്നെ മുടി റഫാകത്തില്ല നമ്മളുടെ ബ്ലാക്ക് ഹെന്ന. അതുപോലെ ഈ ഒരു വശം മാത്രം ഞാൻ കാണിക്കാം, ബാക്കി ഞാൻ ഇട്ട് കാണിക്കാം, വീഡിയോ ലെങ്ത് ആയിപ്പോവും. ഇത് കണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് ചീകിയെടുക്കുക. അപ്പോൾ നമ്മുടെ റൂട്ട് മൊത്തം നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് ബ്രഷ് കൊണ്ട് എടുക്കുക, ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടോ, ഇവിടെയൊക്കെ നിങ്ങൾക്ക് നരച്ച മുടി ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രഷിലുള്ള ഒരുപാട് എടുക്കണ്ട, ബ്രഷിൽ എന്തെങ്കിലുമൊക്കെ മിച്ചം കാണും, അതൊക്കെ ഇങ്ങനെ അങ്ങ് തേച്ച് കൊടുക്കുക. ഇനി കാതിൻ്റെ അവിടെയാണ് നിറയെ പേർക്കും ഒരുപാട് നരച്ച മുടിയുള്ളത്. കാതിൻ്റെ അവിടുത്തെ മുടി ഇങ്ങനെ ചീകിയെടുത്തിട്ട് ഇങ്ങനെ ബാക്കിലോട്ടാക്കുക. അതങ്ങ് ബാക്കിലോട്ട് പൊക്കോളും. അപ്പം നിങ്ങൾക്ക് കാതയിൽ ഒട്ടും തന്നെ പെടാതെ തേക്കാൻ പറ്റും. ഇങ്ങനെ തേക്കുക.
ഉണ്ടോ? ഒറ്റ പ്രാവശ്യം തേക്കുമ്പോഴേ അത് അവിടെ അങ്ങ് ഒട്ടിപ്പിടിച്ചിരുന്നോളും. ഇങ്ങനെ അങ്ങ് തേക്കുക. ഇച്ചിരി സ്കിന്നിലായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇതിനകത്ത് ഹേർബ്സ് മാത്രമാണുള്ളത്. എൻ്റെ തന്നെ സ്കിന്നിലായിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ സൈഡ് മൊത്തം കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പുറത്തെ സൈഡിലോട്ട് വരാം. ഇപ്പുറത്തെ സൈഡ് ഇങ്ങനെ ഇതുപോലെ തന്നെ മകർന്നെടുക്കുക. ഒട്ടും ചെട പിടിക്കത്തില്ല കേട്ടോ, ചെട പിടിക്കാതെ തന്നെ കിട്ടിക്കോളും. ബ്രഷിലെടുക്കുക, വേണ്ടത്ര എടുക്കുക. ഞാൻ ഇച്ചിരി കൂടുതൽ എടുക്കും, കാരണം എനിക്ക് ഇച്ചിരി മടിയാണ് ഇങ്ങനെ വെച്ച് കൊഞ്ചിക്കൊണ്ടിരിക്കാൻ. സോ എന്നിട്ട് നമുക്ക് ഇവിടെ നരയുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ ഇങ്ങനെ അങ്ങ് ആക്കിയാൽ മതി. ഒരു 2-3 പ്രാവശ്യം ഇട്ട് കഴിയുമ്പോൾ പ്രാക്ടീസ് ആയിക്കോളും. ആദ്യത്തെ പ്രാവശ്യം ഇച്ചിരി മുഖത്തൊക്കെ ആകും, അത് കുഴപ്പമൊന്നുമില്ല. മുഖത്തായതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നുമുള്ള ബ്ലാക്ക് ഹെൻ അല്ല നമ്മുടെ. സോ ഇനി എന്തെടുക്കണം? ഇവിടുന്ന് എടുക്കണം. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് പകർന്നു കൊടുക്കുക. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ഫുൾ ബ്ലാക്ക് ഹെന്ന ഇടാറില്ല, കാരണം എനിക്ക് അത്ര നരയില്ല. ഇല്ല എന്നല്ല, ഉണ്ട്. ഞാൻ ഇച്ചിരി ഹെന്ന, ശുദ്ധ ഹെന്ന കൂടെ മിക്സ് ചെയ്തിട്ടൊക്കെയാണ് ഇടാറുള്ളത്. ഇന്നിപ്പോൾ ഞാൻ ബ്ലാക്ക് ഹെന്ന മാത്രമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇച്ചിരി കറുപ്പായിക്കോട്ടെ, നിങ്ങളെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു. കാരണം ഒരുപാട് പേർക്കും ഡൗട്ടുണ്ട് ഇത് എങ്ങനെ ഇടുന്നു എന്നൊക്കെ. സോ ഫ്രണ്ടിലുള്ള മുടിയെ ഇങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ ബ്രഷും കൊണ്ട് കുറച്ചിങ്ങനെ ചെരിച്ച് പിടിച്ച്, നമ്മളുടെ ഒരു നാക്കുണ്ടതിന്, അങ്ങനെ അങ്ങ് തേച്ചാൽ ഇവനവിടെ ഇരുന്നോളും. ക്യാമറ ഷേക്ക്. സോ ഇങ്ങനെ അങ്ങ് തേച്ച് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. കുറേ സബ്സ്ക്രൈബറൊക്കെ ആയിട്ട് നമുക്കൊരു യൂട്യൂബ് സ്റ്റുഡിയോ ഒക്കെ ഉണ്ടാക്കണ്ടേ. സോ ഇങ്ങനെ വകർന്നെടുക്കുക. ഇങ്ങനെ വകർന്നെടുക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ സ്കാൾപ്പ് ഒന്ന് കാണാനും താരനൊക്കെ ഉണ്ടോ എന്നൊന്ന് കാണാനും പറ്റും. ഇനി കണ്ണാടി നോക്കുമ്പം ശരിക്കും കണ്ണ് കാണാൻ വയ്യ എന്നുള്ള പ്രശ്നമുണ്ടെങ്കിൽ ഇതുപോലെ ക്യാമറ ഓൺ ചെയ്ത് വെക്കുക, കണ്ണാടിയും വെക്കുക, രണ്ടും കൂടെ വെക്കുക. അപ്പം നിങ്ങൾക്ക് ക്യാമറ ഒന്ന് സൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കാൾപ്പ് കാണാൻ പറ്റും. ഇതോ ഇവിടെ ഇങ്ങനെ ആക്കിയാൽ മതി. കണ്ടോ? അതുപോലെ ഇപ്പുറത്തോട്ടും വേണം ഇടാട്ടോ. ഇങ്ങനെയും ചെയ്യാം. ഈ കൈ കൊണ്ട് വശമുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ദേ ഇവിടെ എനിക്കൊരു വൈറ്റ് ഹെയർ ഉണ്ട്, അവിടെ ഞാൻ എങ്ങനെ ഇടുന്നത് കാണിച്ചു തരാം. ഇതോ ഇതിങ്ങനെ എടുക്കുക. കണ്ടോ? ഇത് കുഞ്ഞതാണ്, ബട്ട് അതിനെ ഇങ്ങനെ അങ്ങ് കോതി അങ്ങ് എടുത്താൽ മതി. അപ്പോൾ അത് അങ്ങ് ബ്ലാക്ക് ആയിക്കോളും. 2 പ്രാവശ്യം. ഫൈൻ. ഇനി ഈ സൈഡല്ല, ഈ ഒരു ഭാഗം ഇങ്ങനെ എടുക്കുക. അങ്ങനെ ഓരോന്നും എടുത്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ഇത് വീഡിയോ ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇതൊക്കെ പെട്ടെന്ന് ചെയ്യും കേട്ടോ. വീഡിയോയ്ക്ക് വേണ്ടി ആയതുകൊണ്ടാണ് ഇത്ര സമയമെടുത്ത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കാണിക്കുന്നത്. നിറയെ പേർക്കും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഇതുപോലത്തെ ബ്രഷ് നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. ഞാൻ വേണേൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ഇതിനേക്കാൾ നല്ല ബ്രഷൊക്കെ കിട്ടും. ഇവിടെയൊക്കെ ഇങ്ങനെ ബാക്കിലോട്ടാക്കുക. ഇതൊക്കെ മുടി വളരാനും നല്ലതാണ് കേട്ടോ. നമ്മൾ ചീകുന്നു, വാരുന്നു, ബ്ലഡ് സർക്കുലേഷൻ കൂടും. സ്കാൾപ്പ് കാണാൻ പറ്റുന്നുണ്ടോ? ഇതോ ഇവിടെ എനിക്ക് ശരിക്കും ബ്ലാക്ക് ഹെയർ ഇല്ല, ഗ്രേ ഹെയർ ഇല്ല. ബട്ട് സ്റ്റിൽ ഞാൻ തേക്കും, കാരണം തേക്കുമ്പോൾ അങ്ങ് മൊത്തം തേക്കാമെന്ന് വിചാരിക്കും. മുടി ഒന്ന് സോഫ്റ്റ് ആകാനും സിൽക്കാകാനും, ഇനി ഉള്ളില്ലെങ്കിൽ ഒന്ന് ഉള്ളുണ്ടെന്ന് തോന്നിപ്പിക്കാനും ഒക്കെ ഇത് നല്ലതാണ്. അതുപോലെ ഈ ഭാഗം ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നിങ്ങൾക്ക് ഗ്രേ ഹെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് എന്ന് പറയാം. ഇങ്ങനെ ഒന്ന് ചീകിയെടുക്കുക. ഈ ഒരു സ്ട്രിങ്ങിനെ ഇങ്ങനെ ചീകിയെടുത്തിട്ട് ഇതിനെ ഇങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ ചീകി വയ്ക്കുക. എന്നിട്ട് അത് അവിടെ ഇരുന്നോളും. എന്നിട്ട് ബ്ലാക്ക് എണ്ണ എടുക്കുക. എന്നിട്ട് അതിനെ ഇവിടെ ഇങ്ങനെ തേച്ച് വെച്ചാൽ ഡൈ അടിച്ച പോലെ തോന്നില്ല. ഇത് ഡൈ അല്ല, ജസ്റ്റ്
കൊളോക്കിയൽ ലാംഗ്വേജിൽ പറഞ്ഞാണ്. ഇങ്ങനെ ജസ്റ്റ് ആയിട്ടങ്ങ് തൂത്ത് കൊടുത്താൽ അവിടെയുള്ള ഹെയർ ഇതുപോലെ ഇവിടെയൊക്കെ തന്നെ ഇവിടെയൊക്കെ ഉള്ളത് അങ്ങനെ അങ്ങ് ഇരുന്നോളും. ഇത്രയും ആയി കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വേണം ബാക്കിലോട്ട് ഇടാൻ. അല്ലെങ്കിൽ ഇവിടെ ഉള്ളതെല്ലാം കൂടെ ചിലപ്പോൾ ഫേസിലോട്ട് വരും. ഞാനിതിനെ ഒരു 5 മിനിറ്റ് ഇങ്ങനെ തന്നെ വെക്കും. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആകും. എന്നിട്ട് നമുക്ക് ബാക്ക് വശത്തിടാം. ഇനി ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിൽ എങ്ങനെയാണ് ഇടുന്നതെന്ന് വെച്ചാൽ ബാക്കിലുള്ള മുടി മൊത്തം രണ്ടായിട്ട് എടുത്തിട്ട് രണ്ടായിട്ട് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇടുക. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു ലൈൻ ഉണ്ടെന്നുള്ളത്. സോ ആ ലൈനിലേക്ക് ഈ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് അവിടെ ഇങ്ങനെ ഇതുപോലെ തന്നെ ഇടുക. ഇവിടൊക്കെ നിങ്ങൾക്ക് വൈറ്റ് ഹെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ ഈ ബ്രഷ് ഇങ്ങനെ കുത്തി കൊടുത്താൽ ആ വൈറ്റ് ഹെയറിലോട്ടൊക്കെ ഇത് നന്നായിട്ട് പിടിച്ചോളൂ. ഇനി കയ്യിലൊരു ഗ്ലൗസ് ഇടുന്നത് നല്ലതാണ് കേട്ടോ. എനിക്ക് പ്രാക്ടീസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഗ്ലൗസ് ഇടാത്തത്. തന്നല്ല, ഞാനിവിടെ ഗ്ലൗസ് നോക്കിയിട്ട് കണ്ടില്ല. സ്റ്റോറിലാണെങ്കിൽ ഗ്ലൗസൊക്കെ കാണും. നമ്മൾ പ്രോഡക്റ്റ് പാക്ക് ചെയ്യുന്ന കാരണം ഇവിടെ ഇപ്പോൾ ഗ്ലൗസ് ഇല്ല. പിന്നെ എനിക്ക് കയ്യിലാകാതെ ഇടാൻ ശീലമുള്ളത് കൊണ്ട് കുഴപ്പമില്ല. പ്രാക്ടീസാണ് ഒരു മനുഷ്യനെ എല്ലാത്തിലും പെർഫെക്റ്റ് ആക്കുന്നതെന്ന് പറഞ്ഞ പോലെ എല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. സോ ഇങ്ങനെ എടുത്തിട്ട് ഇപ്പോൾ ഈ ഒരു സൈഡില്ലേ, അപ്പോൾ ഈ ഒരു സൈഡിനെ ഒന്നും കൂടെ കൈ കൊണ്ടെടുത്ത് വീണ്ടും ഒരു പാർട്ടാക്കുക. എന്നിട്ട് ബാക്കിൽ വീണ്ടും ആ ഒരു ലൈനെ കൂടെ ഇടും. നമുക്ക് ആ ലൈനൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കണ്ണുകൊണ്ട് കാണത്തില്ലെങ്കിലും നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. നമുക്കെവിടാണ് നമ്മളുടെ ലൈനുള്ളത്, നമ്മളെവിടാണ് പകർന്നിരിക്കുന്നത്. ഇനി അടുത്തത് ഒരു ലൈനും കൂടെ എടുക്കുക. എൻ്റെ കയ്യിൽ നിന്ന് പകരുന്ന കാരണം ആയിട്ടുണ്ട്. ഞാനിത് ചീപ്പും കൊണ്ട് ചെയ്യുന്നതാണ്. സോ ഇവിടെ ഇടുക. ചിലർക്ക് ഈ കാതിൻ്റെ ബാക്കിലും ഇവിടെയൊക്കെ കാണും. അവിടെയൊക്കെ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇടാവുന്നതാണ്. ഇനിയും ഇവിടെ എന്തെങ്കിലും ഗ്രേ ഹെയർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ ഇടും. എനിക്കിവിടെ ഒന്നും ഗ്രേ ഹെയർ ഇല്ല, നിങ്ങൾക്ക് വേണ്ടി വെറുതെ കാണിക്കുന്നതാണ്. അത് കുടുങ്ങി. ഓക്കെ. അതുപോലെ ഇപ്പുറത്തെ സൈഡ് ബാക്കിലോട്ട് ഇടുക. ഇങ്ങനെ പകർന്ന് എടുക്കുക. കയ്യിലൊക്കെ ആകുന്ന ഇതുപോലെ മുടിയിലൊക്കെ തേച്ച് കൊടുക്കുക കേട്ടോ. സോ ഇത് നമുക്ക് ഇങ്ങനെ പകർന്നെടുക്കുക, ബാക്കിലോട്ട് പിടിക്കുക. ഇവിടെയൊക്കെ നമ്മൾ ഓൾറെഡി ഇട്ട് കഴിഞ്ഞാണ്. സോ ഇത്രയും ഇത് മുടിയാണ്. സോ നമ്മൾ മൊത്തത്തിൽ ബ്ലാക്ക് ഹെന്ന ഇട്ട് കഴിഞ്ഞു. ഇനിയും ഒരു 45 മിനിറ്റ് അല്ലെങ്കിൽ 1 അവർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യാം. ഹോട്ട് വാട്ടർ അല്ല. പിന്നെ ഹെർബൽ ഹെയർ വാഷ് പൗഡർ ഇട്ട് വാഷ് ചെയ്താൽ കുറച്ചും കൂടെ നല്ലതാണ്. ഇല്ലെങ്കിൽ നമ്മളുടെ ഷിഗാക്ക ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്യാം. ഞാൻ വാഷ് ചെയ്യുന്ന കാണിക്കുന്നില്ല, വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാനും ഇന്ന് സമയമില്ല. സോ ഇതാണ് നമ്മളുടെ ബ്ലാക്ക് ഹെന്ന അപ്ലൈ ചെയ്യുന്ന രീതി. 45 മിനിറ്റ്സ് ഇങ്ങനെ ഇരിക്കുക. നിങ്ങൾക്ക് മുടിയൊക്കെ മേളി വേണേൽ പിടിച്ച് കെട്ടാൻ. എനിക്ക് ഇവിടെ ഒന്നും പറ്റിയിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ വിടുവാണ്. പിന്നെ നിങ്ങൾക്ക് ഇവിടോട്ട് നീണ്ട് തന്നെ അത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഇതുപോലെ നീണ്ട് മുടിയിലൊക്കെ വൈറ്റ് ഹെയർ ഉണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങ് തേച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ തേച്ച് ഇങ്ങനെ ഓരോ മുടി ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ തേച്ച് കൊടുക്കുക. നിങ്ങൾക്ക് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കുക. പിന്നെ അടുത്ത ഇവിടാണ് വൈറ്റ് ഹെയർ ഉള്ളതെങ്കിൽ എടുക്കുക, ഇങ്ങനെ തേച്ച് കൊടുക്കുക. അങ്ങനെ വൈറ്റ് ഹെയർ ഉള്ളിടത്തൊക്കെ ഇതുപോലെ തേച്ച് കൊടുത്താൽ നമ്മൾക്ക് വൈറ്റ് ഹെയർ നല്ല ബ്ലാക്ക് ഹെയർ ആയി മാറും. 15 ഡേയ്സ് വൺസ് അങ്ങ് ചെയ്താൽ മതി, നരയ്ക്കാൻ നിൽക്കണ്ട. അപ്പോൾ പിന്നെ നരച്ച മുടി കാണില്ല. നരച്ച മുടി വളരാതിരിക്കില്ല, വളരും. അപ്പോൾ
ഹെന്ന ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഡൗട്ട് ചോദിക്കുക. വെറുതെ ഒരു ഡൗട്ടൊന്നും ചോദിക്കരുത്. ഞാൻ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇപ്പോൾ ആൻസർ പറയാറില്ല. ഹെന്ന വെള്ളം ഒഴിച്ച് കുഴച്ച് കഴിഞ്ഞാൽ ചോദിക്കും തൈര് ഒഴിച്ച് കുഴയ്ക്കാവുന്നു. തൈര് ഒഴിച്ച് കുഴച്ചാൽ ചോദിക്കും വെള്ളം ഒഴിച്ച് കുഴയ്ക്കാൻ പോകുന്നു. ഇത് രണ്ടും അല്ല എന്തെങ്കിലും ചോദിച്ചാൽ വേറെ എന്തെങ്കിലും ചോദിക്കുക. ചുമ്മാ എന്തെങ്കിലും മനസ്സിലാക്കാതെ വീഡിയോ മൊത്തം കാണാതെ വീഡിയോയുടെ ഏതെങ്കിലും ഒരു പാർട്ട് മാത്രം കണ്ടിട്ട് അന്നേരം ഒരു കമൻറ്റ് എഴുതുന്ന പിന്നെ ബാക്കി ഒരു കാണത്തുമില്ല. ഡള്ളായിട്ടുള്ള ഹെയറിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫേസിൻ്റെ ആ ഒരു ടോണിനെ കുറച്ച് കാണിക്കുക. നമുക്ക് ഫേസ് നമ്മളുടെ മുടിക്ക് ഒരു കളറുണ്ട്, കറുത്ത കളറുണ്ട്. ഒരുപാട് കറുത്ത കളറുള്ള മുടിയേക്കാൾ നല്ലത് കുറച്ചൊരു ബ്രൗണിഷ് ആയിട്ടുള്ള മുടിയാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ബ്ലാക്ക് ഹെയർ അല്ല, എന്നാൽ ബ്രൗണും അല്ല, ഒരു മീഡിയം ടോണിലാണ് ഞാൻ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഞാൻ ബ്ലാക്ക് എണ്ണ തേക്കുമ്പോൾ പറ്റുമെങ്കിൽ ഞാൻ കുഴച്ചതിൽ മിച്ചമുണ്ടെങ്കിൽ ഞാനിങ്ങനെ മുടിയിലൊക്കെ തേക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ലൈറ്റ് അടിക്കുമ്പോൾ നല്ലൊരു ഷെയ്ഡ് കിട്ടും. അല്ലെങ്കിൽ നമുക്കറിയാൻ പറ്റും, നമ്മൾ കടലിൽ തീരത്തോടൊക്കെ ബീച്ച് അടുത്തായ കാരണം നമുക്ക് പോകുമ്പോഴൊക്കെ നല്ലൊരു ഫോട്ടോസിലൊക്കെ കാണാം ചെറിയ ഷെയ്ഡൊക്കെ. അത് നല്ല ഭംഗിയാണ്, എനിക്കിഷ്ടമാണ്. എന്ന് പറഞ്ഞ പോലെ നമുക്ക് അങ്ങനെയൊക്കെ നമ്മൾക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മളിപ്പോൾ മുടി കറുപ്പാക്കുന്നു അല്ലെങ്കിൽ മുടി നരച്ചു അല്ലെങ്കിൽ നമ്മൾക്ക് സ്കിന്ന് ഡള്ളായി എന്ന് പറഞ്ഞ് ഏജ് ആയിപ്പോയി വയസ്സായിപ്പോയി ഇനി എന്ത് ജീവിതം, അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. നമ്മളുടെ ജീവിതം നമ്മളുടെ അവസാന ബ്രീത്തിങ്സ് വരെ ഉണ്ടെന്നുള്ളതാണ് സത്യം. നമ്മൾ എന്ന് ജനിക്കുന്നോ അന്ന് മുതൽ മരിക്കുന്നിടം വരെ നമ്മുടെ ലൈഫ് തന്നെയാണ്. അതിനെ എങ്ങനെ വേണം നമ്മൾ കൊണ്ടുപോകേണ്ടതെന്നുള്ളത് ഒന്ന് ആലോചിച്ച് നല്ല വൃത്തിയായിട്ട് കൊണ്ടുപോയാൽ അത് മറ്റുള്ളവർക്ക് നമ്മളോടുള്ള റെസ്പെക്റ്റിനെ കൂട്ടും. നമ്മളുടെ ഡ്രസ്സിങ് സെൻസ് എന്ന് വെച്ച് ഓവറായിട്ട് എക്സ്പെൻസീവ് ഡ്രസ്സസ് ഒന്നുമല്ല, നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് ഡ്രസ്സ് ചെയ്യുന്നവരെ നമ്മൾ നോക്കി നിന്നിട്ടില്ലേ, അതുപോലെയാണ്. ഇതൊക്കെ നമ്മളുടെ ഒരു സ്വഭാവത്തിനെ റെപ്രസെൻറ്റേഷനാണ് ചെയ്യുന്നത്, നമ്മുടെ സ്വഭാവത്തിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. നമ്മളോട് ആൾക്കാർക്കൊരു റെസ്പെക്റ്റോടെ അങ്ങനെ സംസാരിക്കത്തുള്ളൂ. അല്ലാതെ എങ്ങനെയെങ്കിലും ഒക്കെ ഡ്രസ്സ് ചെയ്ത് നടക്കുന്നവരെ അല്ലെങ്കിൽ അത് മാറ്റണം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഒരു പഴയ ചുരിദാർ തന്നെ നല്ല നീറ്റായിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുത്താൽ അതിനൊരു ഭംഗിയുണ്ട് അല്ലേ. നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടിരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ക്യാരക്ടറാക്കി മാറ്റണം. നമ്മുടെ കാലും കൈയും ഒക്കെ വൃത്തിയാക്കി വെക്കുക. ബെഡിൽ കയറി കിടക്കുമ്പം ചിലരുടെയൊക്കെ കാലൊക്കെ അഴുക്ക് കാണും. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം നമ്മളുടെ ബെഡിൽ മറ്റുള്ളവരും ഷെയർ ചെയ്യുന്നതാണ്. മാത്രമല്ല നമുക്ക് നമ്മളോട് തന്നെ ഒരു റെസ്പെക്റ്റ് തോന്നും അല്ലേ. ഐ ആം ഓക്കെ, ഞാൻ കൊള്ളാം എന്ന് നമുക്ക് തോന്നണം. അതുകൊണ്ട് എല്ലാം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് നല്ലതാണ്. അതിന് ഏജ് ഒന്നുമില്ല കേട്ടോ. ഒരുപാട് പേര് എന്നോട് പറയും എനിക്ക് ഇത്ര വയസ്സായി, എനിക്ക് 63 ആയി, 57 ആയി. സോ വാട്ട്? അതിനെന്താ? അത് നമ്മൾ ജനിച്ചിട്ട് ഇത്ര നാൾ വരെയുള്ള ഈ വർഷങ്ങളുടെ കണക്കാണ്. നമ്മളുടെ മനസ്സിൻ്റെ സന്തോഷത്തിൻ്റെ കണക്കോ നമ്മളുടെ ജീവിതത്തിൻ്റെ ഒട്ടുമൊത്ത തുകയോ ഒന്നുമല്ല. മനസ്സിലായില്ലേ? നമ്മളുടെ ജീവിതത്തിൻ്റെ ബാലൻസ് ഷീറ്റ്, അതാണ് ശരിക്കുള്ള വേർഡ്. അത് മലയാളം വെച്ച് പറയുമ്പോൾ ഇങ്ങനെ ഒട്ടുമൊത്ത തുകയോ ആകെ മൊത്തം ടോട്ടലുള്ള കൺക്ലൂഷനൊന്നും അല്ലല്ലോ അതൊന്നും. നമ്മുടെ ലൈഫ്, നമ്മളുടെ മനസ്സ്, നമ്മളുടെ ചിന്താഗതി, മെച്യൂരിറ്റി നമുക്ക് മോൾഡാകും. അതൊക്കെ നമ്മൾക്ക് ലൈഫിൽ പോസിറ്റീവായിട്ട് എടുക്കുക. അപ്പോൾ നെഗറ്റീവ് സംസാരിക്കാതിരിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് ചെയ്യേണ്ടത്. നമ്മൾ നെഗറ്റീവ് സംസാരിക്കുമ്പോൾ നമ്മളുടെ ഫേസിലൊക്കെ ഒരു രൂക്ഷമായിട്ടുള്ള ഭാവം വരും. നമുക്കൊരു എന്താ പറയുക, ഒരു റഫായിട്ടൊരു സ്കിൻ ടോൺ വരും. അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. എന്ന് വെച്ചാൽ ഒരുപാട് ടിമിഡായിട്ട് ആരെങ്കിലും അടിമയായിട്ട് പോയി കിടക്കാനൊന്നുമില്ല. ഞാനൊക്കെ വളരെ സോഫ്റ്റായിട്ട് സംസാരിക്കുന്നതാണ്. പക്ഷേ എനിക്ക് നോ എന്ന് പറയേണ്ടടുത്ത് ഞാൻ നോ എന്ന് പറഞ്ഞിരിക്കുക. അതെനിക്ക് എൻ്റെ അച്ഛനൊക്കെ പഠിപ്പിച്ചു തന്നൊരു പാഠമാണ്. നമ്മൾ നോ എന്ന് പറയേണ്ടടുത്ത് നോ പറഞ്ഞിരിക്കണം. അത് നമ്മളുടെ കുട്ടികളെയും കൂടെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ആ ഒറ്റ നോ പറയുമ്പോഴുള്ള സങ്കടമുള്ളൂ. നമ്മുടെ ഫസ്റ്റ് റിലേറ്റീവ്സ് ആയിക്കോട്ടെ, നമ്മളുടെ ബ്രദർ ഓർ സിസ്റ്റർ ആയിക്കോട്ടെ, നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയണം. അത് അവർക്കും കൂടെ ലേൺ ചെയ്യാൻ ഒരു അവസരമാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ ആരെങ്കിലും നമ്മളുടെ സ്കിൻ കെയറോ ഹെയർ കെയറോ ഇതൊക്കെ എന്തിനാന്ന് തോന്നുന്നുണ്ടെങ്കിൽ തലേ ഡൈയൊക്കെ അടിച്ചിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി ഞാനങ്ങനെ കേട്ടിട്ടുണ്ടോ ഓരോ കമൻറ്റുകളൊക്കെ. എന്നെയല്ല, നാട്ടിലൊക്കെ വരുമ്പോഴൊക്കെ ഓരോരുത്തരൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. അതൊക്കെ അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് അവർ പറയുന്ന കമൻറ്റാണ്. നമ്മുടെ വായി നല്ല വന്നിരിക്കുന്നത്, അവരുടെ വായി നിന്നാണ് വന്നിരിക്കുന്നത്. സോ അത് അവരുടെ ക്യാരക്ടറിൻ്റെ ഒരു വേർഡാണ്. അതിനെ നിങ്ങളെടുത്ത് തലയിലോട്ടും മനസ്സിലോട്ടും വയ്ക്കേണ്ട കാര്യമില്ല. നമ്മൾ സന്തോഷമായിട്ടിരിക്കുക. മാക്സിമം ചെറിയ ചെറിയ ഹെൽപ്പുകളൊക്കെ പറ്റുമെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ചെയ്യുക. മറ്റുള്ളവരുടെ അടുത്തൊന്ന് ചിരിച്ച് കാണിക്കുക. തിരിച്ചൊരു ചിരി കിട്ടും. അതൊക്കെ ഒരു നല്ല സുഖമായിട്ടുള്ള അനുഭവങ്ങളാണ് ലൈഫിൽ. നമ്മൾക്കത് എപ്പോഴെങ്കിലും ഒരു പ്രയോജനപ്പെടും. അതുകൊണ്ട് നമ്മളുടെ സ്വാർത്ഥരാകാതെ, എന്നാൽ നോ പറയേണ്ടത് നോ പറയാനും വേണ്ടാത്തത് വേണ്ടാന്ന് വയ്ക്കാനും വേണം എന്നുള്ളത് വേണമെന്ന് തരം തിരിച്ച് മാറ്റാനും ഒക്കെ നമുക്ക് കഴിയണം. വയസ്സായി എന്ന് പറഞ്ഞ് ഈ കേപ്പബിലിറ്റി ഒന്നും നമുക്ക് പോകുന്നില്ല.
നമ്മളും അവരും ഒരേ ലോകത്താണ് ജീവിക്കുന്നത്. യങ്സ്റ്റേഴ്സും അതെ, ഞാൻ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ, യങ്സ്റ്റേഴ്സും അതെ, നമ്മളുടെ ഏജിലുള്ളവരും നമ്മളെക്കാൾ ഏജിലുള്ളവരും അല്ലെ കൊച്ചു കുട്ടികളും എല്ലാവരും ജീവിക്കുന്ന ഒരു ലോകത്താണ്. പക്ഷേ എല്ലാവരുടെയും ലോകം വേറെയാണ്, എക്സ്പീരിയൻസ് വേറെയാണ്, അനുഭവങ്ങൾ വേറെയാണ്, ടേസ്റ്റ് വേറെയാണ് അല്ലേ. അതുകൊണ്ട് നമ്മൾക്കുള്ള ജീവിതത്തിനെ മറ്റുള്ളവരിൽ നിന്നും മറ്റുള്ളവരുടെ ലൈഫിനെ വെച്ച് കമ്പയർ ചെയ്യാതെ ബ്യൂട്ടിഫുൾ ആക്കി പോവുക. പിന്നെ എനിക്ക് ഒരുപാട് റിലേറ്റീവ്സിനെ കിട്ടിയ ഒരു ചാനലാണ് നമ്മളുടെ ചാനൽ. നിങ്ങളെയൊക്കെ ഞാൻ എൻ്റെ റിലേറ്റീവ്സായിട്ടൊക്കെയാണ് കാണുന്നത്, എൻ്റെ ഫ്രണ്ട്സായിട്ടാണ് കാണുന്നത്, എൻ്റെ എന്താ പറയുക സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സായിട്ടാണ് കാണുന്നത്. സോ എല്ലാവർക്കും, പുതിയതായിട്ട് വന്ന എല്ലാവർക്കും, ഇതുവരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. വെൽക്കം ടു അവർ ഫാമിലി. സോ ഈ ഒരു ഫാമിലി, അങ്ങനെയാണ് ഞാൻ അതിനെ കാണുന്നത്. നിങ്ങൾ പറയുന്ന എല്ലാ വാക്കുകൾക്കും, എല്ലാ സജഷൻസിനും, എല്ലാ കമൻസുകൾക്കും ഞാൻ അത്രയ്ക്ക് ഇമ്പോർട്ടൻസും വാല്യൂവും കൊടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. റിപ്ലൈ തരാത്ത കമൻറ്റ് പോലും ഞാൻ ആലോചിക്കാറുണ്ട്, എന്ത് റിപ്ലൈ കൊടുക്കാം ഈ ഒരു കമൻറ്റിനെന്ന്. സോ അങ്ങനെ പോലും നിങ്ങളോട് ഞാൻ കണക്റ്റഡാണ്. നിങ്ങളും എപ്പോഴും എന്നോട് കണക്റ്റഡ് ആയിട്ടിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നെയും നിങ്ങളുടെ കൂടെ കൂട്ടിയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടുമായി കാണുന്നവരെ ടേക്ക് കെയർ.